എല്ലാരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? നമ്മള് ഇതില് സോഷ്യൽ സ്കെയിലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ തീരെ നമുക്ക് ക്ലിയർ കിട്ടുന്നില്ല. റെഡി അല്ലേ? സോഷ്യൽ മെച്യൂരിറ്റി ക്ലിയർ ഇല്ല? ഹലോ, ക്ലിയർ ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ഉണ്ട്. ഒന്നാമത് ഇവിടെ റേഞ്ച് തീരെ ഇല്ലാത്ത സ്ഥലമാണ്. ഞാൻ ടെറസിന്റെ മുകളിലാണ് ഇരിക്കുന്നത്, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടേ. ഓക്കെ, അപ്പോൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിയർ ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു സോഷ്യൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ഒരു സൊസൈറ്റിയിലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നോംസ് അനുസരിച്ച് ഒരു ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ ആവശ്യമായ എസെൻഷ്യൽ ആയിട്ടുള്ള സ്കിൽസിനാണെന്ന് പറയാം. അതുണ്ടെങ്കിലാണെന്ത് സോഷ്യൽ മെച്യൂരിറ്റി എന്ന് പറയാം. ഓക്കെ, ഒരു വ്യക്തിക്ക് ആ സൊസൈറ്റിയിലെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ, അതോ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ജീവിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യാം. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്തത് വിനലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ. ഇത് ഡെവലപ്പ് ചെയ്തത് E.A. ഡോൾ എന്ന് പറഞ്ഞ ആളാണ്. 1935 ഇത് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് 1953 ഇത് റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. വേറെ കുറേ ടെസ്റ്റുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ ഈ ടെസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നോക്കാം. ഇതിൽ ഡെയിലി ലിവിങ് സ്കിൽസ്, അതായത് ഈറ്റിങ്, ഡ്രസ്സിങ്, സെൽഫ് ഹെൽപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലിസണിങ്, സ്പീക്കിങ്, റൈറ്റിങ്, സോഷ്യലൈസേഷൻ, പിന്നെ അതുപോലെ ഒക്യുപ്പേഷണൽ സ്കില്ല്, സെൽഫ് ഡയറക്ഷൻ, മോട്ടോർ സ്കിൽസ്, ഫൈൻ ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്താ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ ടെസ്റ്റ് കുറച്ച് നീളമുള്ള ടെസ്റ്റാണ്, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് വേഗം ടെസ്റ്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ കുറഞ്ഞു വരികയാണ്, എന്താണെന്ന് അറിയില്ല. കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ക്ലിയർ ആണ്. ഹലോ, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയട്ടോ. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് SQ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിലെ ഇതൊക്കെ നമുക്ക് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മെറ്റീരിയൽ റിക്വയർഡ് ടെസ്റ്റിൽ വേണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മറ്റേ നമുക്ക് ഇത് 189 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 80 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം നമുക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ക്ലയന്റിനെ അല്ലെങ്കിൽ കുട്ടിയെ പാരന്റിന്റെ കൂടെ ഇരുത്തിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നും എന്ത് ചെയ്യും, ഈ സ്കെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോർ ഇപ്പോൾ നമ്മൾ 3 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് നമ്മൾ അവരുടെ നിന്ന് ആ ഡാറ്റ കളക്ട് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ ഈ സ്കില്ലിൽ 3 വയസ്സ് കണ്ടോ, ഈ 3 വയസ്സ് വരെയുള്ള കുട്ടി അപ്പം എത്ര വരും? 44 വരെയാണ് ഉള്ള ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇനി 5 വയസ്സ് വരെയുള്ള കുട്ടിയാണെന്ന് എഴുതാം. അപ്പോൾ നമ്മൾ 56 വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ അതുപോലെ 10 വയസ്സ് വരെയുള്ള കുട്ടിയാണ് നമ്മളെ മുന്നിൽ വന്നു വെച്ചാൽ 10 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 77 വരെ ചോദിക്കാം. ഇപ്പോൾ 10 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ 1 മുതൽ 77 വരെ ചോദിക്കണം.
ഓക്കെ, 77 വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇനി 3 വയസ്സ് വരെയുള്ള ആണെന്ന് കരുതാം. അപ്പൊ നമ്മൾ 1 മുതൽ 3 വയസ്സ് എവിടെയാണ് വരിക? ഇതാ 44 വരെ ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെയാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ഗ്യാപ്പിലുള്ള ഇത്ര ചോദ്യങ്ങൾ മാത്രമല്ല, കുട്ടിയുടെയും വയസ്സിനനുസരിച്ച് ആദ്യം മുതലേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എക്സാം ഉള്ളത് അവിടെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ക്ലിയർ അല്ലേ? കേക്കുണ്ടോ സാർ? കേൾക്കണില്ല? ഓക്കെ ഓക്കെ. നമ്മള് ഇവിടെ 3 മാർക്കുകളാണ് നമ്മൾ കൊടുക്കുക. ഒന്നെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും, അല്ലെങ്കിൽ 5 കൊടുക്കും. ഇത് ശേഷം ഇവിടെ നമ്മള് ഈ ഇപ്പോ ക്രൈസ് ആൻഡ് ലാഫ് 1 വയസ്സ് വരെ എത്തി കരയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഇതെങ്കിൽ 1 മാർക്ക് കൊടുത്തു. ഇല്ല എങ്കിൽ 0 മാർക്ക് കൊടുത്തു. നെഗറ്റീവ് ആണെങ്കിൽ 0 മാർക്ക്, പോസിറ്റീവ് ആണെങ്കിൽ 1 മാർക്ക് അവിടെ കൊടുക്കാം. ഡേറ്റ കളക്ട് ചെയ്യുന്ന റിസർച്ച് ക്ലിയർ ഇല്ല? ഉണ്ടോ? ക്ലിയർ ഇല്ല. നിങ്ങൾ ആ സ്ക്രീൻ ഒന്ന് കാണിക്കുമോ? കുഞ്ഞിക്ക് ഞാൻ പറഞ്ഞേക്കുണ്ടോ? ഞാൻ പറഞ്ഞേക്കുണ്ടോ? സ്ക്രീൻ കാണിച്ചോണ്ട് പറയോ, എന്നാ പിന്നെ കുറച്ചും കൂടി നമുക്ക് എളുപ്പം ഉണ്ടാവുമല്ലോ. സ്ക്രീൻ ഉണ്ട്. ക്ലിയർ അല്ലേ? ഇല്ല, സ്ക്രീന് വരുന്നില്ല. വസീം കാണുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നുണ്ട്. വസീമേ? എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നില്ല. ഞാൻ പറഞ്ഞേക്കില്ല. ഇല്ല. സ്ക്രീൻ കാണുന്നുണ്ട്. ആ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞേക്കില്ലേ? കേൾക്കുന്നുണ്ട്. മുസദ്ദിക്ക് പോയോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പിന്നെ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആ PDF ഒന്ന് ഇടുക. PDF ഒന്ന് ഇടുക. പിന്നെ അത് നോക്കിട്ട് നമുക്ക് കേൾക്കാം. ഒരു മിനിറ്റ്, ഞാനിപ്പടാം. ഇവിടെ കണക്ഷൻ ഇങ്ങനെ റേഞ്ചിന്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. 1 മിനിറ്റ്. ഒരു മിനിറ്റ് ടൊപ്പടാം. Of child using the Vinland social maturity scale. Okay, social maturity അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? ഇൻട്രൊഡക്ഷൻ കിട്ടി. ഇൻട്രൊഡക്ഷനിൽ കാര്യമായിട്ട് പറയുന്നത് ഡെവലപ്മെന്റും. ഇതിന്റെ ഇതാരാ ഡെവലപ്പ് ചെയ്ത ആളാരാണ്? EA ഡോളാ സ്റ്റാർട്ടിങ്? EA ഡോള് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ആരാണ് 1935 റിവൈസ് ചെയ്ത ആരാ? Indian subconscious, it is primary preference to evaluate social maturity function. Typically, VSM is administered the congestion within other tests which
പിന്നിട്ട് ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ മതി. സ്ക്രീൻ ഇട്ടിട്ടില്ലേ? ഇപ്പൊ ക്ലിയർ ഉണ്ട് സ്ക്രീൻ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് നമ്മള് 89 ടോപ്പിക്കുകളാണുള്ളത്. ആ 89 ടോപ്പിക്സും ഈ 6 ഉൾപ്പെടുന്നതാണ്. ഈ 6 ടോപ്പിക്സ് ആണ് 89 ആയിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലിവിടെ ഒരു പോസിറ്റീവ് ആണെങ്കിൽ 1 മാർക്കും നെഗറ്റീവ് ആണെങ്കിൽ 0 പോയിന്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ചില സാഹചര്യങ്ങളിൽ പാരന്റും ചൈൽഡും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ, ചില ഉത്തരങ്ങളിൽ പാരന്റും ചൈൽഡും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അവിടെ സൈക്കോളജിസ്റ്റിന് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ആൾക്ക് വേണമെങ്കിൽ 1 മാർക്കോ അല്ലെങ്കിൽ 0 മാർക്കോ കൊടുക്കാം. ഓക്കെ, ഇനി സൈക്കോളജിസ്റ്റിന് അതല്ലെങ്കിൽ റിസർച്ചർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 0.5 കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ 3 പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ ഒരു പോയിന്റ് കൊടുക്കും, അല്ലെങ്കിൽ 0 പോയിന്റ് കൊടുക്കും, അല്ലെങ്കിൽ 0.5 കൊടുക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ. ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയെ 3 വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മളെ സബ്ജക്റ്റ് എന്ന് കരുതുക. അപ്പോൾ ഇതില് ഈ ലിസ്റ്റിൽ നോക്കാം. 0 to 1 ഇയർ, പിന്നെ അത് കഴിഞ്ഞാൽ 1 to 2 ഇയർ, പിന്നെ 2 to 3 ഇയർ. 2 to 3 ഇയർ എന്ന് പറഞ്ഞാൽ 44 വരെയാണ് 2 to 3 ഇയറിൽ വരിക. ഓക്കെ, അപ്പൊ 3 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ 1 മുതൽ 44 വരെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് മാർക്ക് കൊടുക്കാം. 1 മാർക്ക് അല്ലെങ്കിൽ 0 മാർക്ക് അല്ലെങ്കിൽ 0.5 മാർക്ക്. എന്നിട്ട് ഇത് ടോട്ടൽ ആഡ് ചെയ്യാം. ആ 3 പോയിന്റ് രീതികൾ ഒന്നുകൂടി പറയാവോ? ഞാൻ അത് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് ക്രൈ അല്ലെങ്കിൽ ലാഫ് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടി 1 വയസ്സ് ആകുന്നതിന് മുമ്പ് 0 to 1 വർഷത്തിനിടയിൽ കുട്ടി കരയാറും ചിരിക്കാറും ഉണ്ടോ? ഉണ്ട് എങ്കിൽ 1 മാർക്ക് കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ 1 മാർക്ക്, നെഗറ്റീവ് ആണെങ്കിൽ 0 പോയിന്റ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നെഗറ്റീവ് ഇനി ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ 1. ഇനി ചില ടോപ്പിക്കില് ചില വിഷയങ്ങളിൽ പാരന്റും ചൈൽഡും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, പാരന്റ് പറയും അങ്ങനെയല്ല അങ്ങനെയാണ്, ചൈൽഡ് പറയും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്ന അങ്ങനെയല്ല, ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഈ റിസർച്ചർക്ക് തീരുമാനമെടുക്കാം 0 കൊടുക്കണോ 1 കൊടുക്കണോന്ന്. ഓക്കെ, ഇനി റിസർച്ചർക്ക് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് കരുതാം. ഓക്കെ, അങ്ങനെ ഒരു കഴിയുന്നില്ലെങ്കിൽ 0.5 കൊടുക്കാം. ഓക്കെ, അങ്ങനെ 3 സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിനെ കുറിച്ച് ഇവിടെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയാൽ മതി. ക്ലിയർ ആണത്. അപ്പൊ ഇപ്പൊ നമ്മള് 3 വയസ്സിലെ കുട്ടീൻ്റെ അടുത്തെത്തി. യെസ്. അപ്പൊ നമുക്കൊരു സ്കോർ കിട്ടിയെന്ന് കരുതാം. ഇപ്പൊ ഈ 3 വയസ്സ് വരെയുള്ളത്, അതായത് 44 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കോർ കിട്ടിയെന്ന് കരുതാം. ആ 44 എന്ന ആ സ്കോർ നമ്മൾ എന്ത് ചെയ്യും? ഇതുണ്ടല്ലോ, ഇതിൽ നോക്കാം. ഓക്കെ, ഇതാണ് എന്താണ് കൺവേർഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം. ഫോർ എക്സാമ്പിൾ പറയാം, നമുക്ക് 44 ക്വസ്റ്റ്യനും 1 കിട്ടുന്നത്. അപ്പൊ 44 നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? 44 കിട്ടിയ വാല്യൂ എന്ന് കരുതാം. അപ്പൊ നമ്മൾ നോക്കാം. അല്ല, 44 എന്നതാണ് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് കരുതാം. ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, 44 നമുക്ക് കിട്ടിയെന്ന് കരുതാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. ഈ ടേബിൾ എടുക്കുക, ഇതിൽ 44
44. ഓക്കെ, 44 താഴെയുള്ള വാല്യൂ 3.0. ഓക്കെ അല്ലേ? അപ്പൊ എസ് എ എന്ന് പറഞ്ഞാല് എസ് എ നമുക്ക് കിട്ടി. എസ് എ എന്ന് പറഞ്ഞാൽ എസ് എ കിട്ടിയില്ലേ 3.0. ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇതാ എസ് ക്യൂ സമം എ മൈനസ് സി എ. അത് എന്താണ് മറന്നല്ല നമ്മള് എന്താ സോഷ്യൽ ഏജ്. എസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഏജ്, സി എ എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ്. ഓക്കെ, സോഷ്യൽ കോഷ്യന്റ് ആണ് എസ് ക്യൂ എന്ന് പറഞ്ഞാല്. എസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഏജ്, സി എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ്. ഓക്കെ ആണ്. അപ്പൊ സോഷ്യൽ ഏജ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്, ഇത് ടെസ്റ്റിങ്ങിലൂടെ കിട്ടുന്നത്. 44 ആവുമ്പോ ആ കുട്ടിയുടെ സോഷ്യൽ ഏജ് 3.6. ഓക്കെ ആണോ? അപ്പൊ സോഷ്യൽ ഏജ് നമുക്ക് എസ് ക്യൂ സമം എസ് എ മൈനസ് സി എ അല്ലെ. ഇത് നമുക്ക് 3.0 ആണ് എസ് എ കിട്ടിയത്. സി എത്ര ക്രോണോളജിക്കൽ ഏജ് എത്ര വയസ്സാണ്? 3 അല്ലേ? 3 വയസ്സായ കുട്ടിയുള്ളൂ. അപ്പൊ നമുക്ക് 3. ഓക്കെ, പിന്നെ ഇൻറ്റു 100. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. നമ്മൾ അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. സി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 വെട്ടി, പിന്നെ ഉള്ളത് 100 ആണ്. അപ്പൊ ആൻസർ 100 കിട്ടി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കട്ടായതുകൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടിയില്ല. അതായത് പിന്നെ ഞാൻ മനസ്സിലാക്കി 44 ഇതിന്റെ വാല്യൂ. ഓക്കെ, അതിന്റെ എസ് ആണ് 3.0. 3.0. സി എ ക്രോണോളിക്കൽ ഏജ് ആണ് 3. അപ്പൊ അതിന്റെ ഇതെന്താണ്? അതിന്റെ ഇക്വേഷൻ പറഞ്ഞാട്ടെ, എങ്ങനെയാണ്? ഇക്വേഷൻ എന്താ? എസ് ക്യൂ സമം എസ് എ ബൈ സി എ. എസ് ക്യൂ സമം എസ് എ ബൈ സി എ ഇൻറ്റു 100 വരും. അപ്പൊ ഈ എസ് എ എന്ന് പറഞ്ഞാൽ 3, സി എ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 100. അപ്പൊ ഈ 3 നമുക്ക് വെട്ടാം, എളുപ്പപ്പണിക്കാണ് ഇത് വെട്ടുക. പിന്നെ 3 കിട്ടിയതൊന്ന് പറയാമോ ഒന്നും കൂടി? 3 കിട്ടിയത് ഇതാ, നമ്മള് 44 ആണ് നമുക്ക് കിട്ടിയ സ്കോർ. അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യന് 1 കിട്ടി, സെക്കൻഡിന് 1 കിട്ടി, തേർഡിന് 1 കിട്ടി, 4-ന് 1 കിട്ടി, 5-ന് 1 കിട്ടി. അങ്ങനെ എല്ലാ 44 ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം കിട്ടിയെന്ന് കരുതാ. ഒന്നും തെറ്റിയിട്ടില്ല, എല്ലാത്തിനും ആ കുട്ടിക്ക് 1 മാർക്കാണ് കിട്ടിയത്. ഇവിടെ 3 ഓപ്ഷനാ. എല്ലാം പോസിറ്റീവാണ്. നെഗറ്റീവോ 0.5 വന്നിട്ടില്ല. 0 to 1 year ഉള്ള കുട്ടിക്ക് ഈ 44 ക്വസ്റ്റ്യനും അവരോട് ചോദിക്കോ? ഓക്കെ, അല്ല 0 to 3 ആണ്. 3 ഇയർ വരെ. 35ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടിയാണല്ലോ. 2 to 3 വയസ്സ് വരെ 35ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചോദിക്കുന്നുള്ളൂ. അല്ല 17 വരെ 1 വയസ്സിലെ കുട്ടിക്ക് 17 വരെ ചോദിക്കും. 1 വയസ്സ് വരെ, 1 വയസ്സ് ഉള്ള കുട്ടി അല്ല 3 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ 1 മുതൽ 44 വരെ ചോദിക്കും. അല്ലാതെ ഈ 2 മുതൽ 3 വരെ അല്ല ചോദിക്കാം. PDF ഗ്രൂപ്പിലുണ്ട്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൽ കാണുന്നത് ഏജ് ലെവൽ 2 to 3 ഇയർ 35, പിന്നെ കാണുന്നത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ 1ാമത്തത് മുതലേ അവരോട് ചോദിക്കോ, അല്ല 35 മുതൽ അങ്ങോട്ടാണോ ചോദിക്കുന്നത്? അല്ല 1 മുതൽ ചോദിക്കും.
1 മുതൽ ചോദിക്കും. ഇനിയിപ്പോ 15 വയസ്സ് വരെയുള്ള 15 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 1 മുതൽ 89 വരെ ചോദിക്കും. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സോഷ്യൽ ഏജ് കിട്ടുള്ളൂ. അപ്പൊ ഈ 44 ക്വസ്റ്റ്യനും ചോദിച്ച കുട്ടിക്ക് 44 മാർക്കും കിട്ടിയെന്ന് കരുതാം, ഫുൾ മാർക്ക് കിട്ടി എന്ന് കരുതാം. ഓക്കെ, അപ്പൊ നമ്മൾ കൺവേർഷൻ ടേബിൾ എടുക്കുക. കൺവേർഷൻ ടേബിളിൽ സ്കോറിൽ 44 എടുക്കുക. 44 നേരെയുള്ള വാല്യൂ ആണ് 3. അതിന് 43 കിട്ടിയ വെച്ചാൽ 2.9 വരും. 42 കിട്ടിയ വെച്ചാൽ 2.8 വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എസ് എ എന്ന് പറഞ്ഞാൽ 3 കിട്ടി. ഈ എസ് എ ആണതാ, എസ് എ എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. എസ് എ നമുക്ക് 3 കിട്ടി. സി എ എന്ന് പറഞ്ഞതാണ് ആ കുട്ടിയുടെ ഒറിജിനൽ ഏജ് ആണ്, ശരിക്കുള്ള ഏജ്, അത് 3. അപ്പൊ 3 ആയിരിക്കണം 3 0. 3 ആയിരിക്കണം 3 0. പിന്നെ 100 അല്ലേ ഉള്ളത്, അപ്പൊ 100 നമുക്ക് ആൻസർ കിട്ടിയത്. ഇതുവരെയുള്ള ഓക്കെ ആയില്ലേ? നമുക്ക് പിന്നെ കിട്ടേണ്ട ആൻസർ എസ് ക്യൂ ആണോ? നമുക്ക് കിട്ടേണ്ട എസ് ക്യൂ ആണ്. എസ് ക്യൂ സോഷ്യൽ ക്വോഷ്യന്റ് അതാണ് നമ്മുടെ, അതാണ് 100. 100 ഓക്കെ അല്ലേ? സോഷ്യൽ ഒന്നുകൂടി പറയാവോ? സോഷ്യൽ ക്വോഷ്യന്റ് അല്ലേ? അതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇക്വേഷൻ നോക്കിയാൽ മതി. ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാവും, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ആവറേജ് ആണോ? ഇനി നമുക്ക് കിട്ടിയ വാല്യൂ നമുക്ക് എന്താണ്, പെർഫോമൻസ് എത്രയാണ് നമ്മൾ നോക്കണം. ലെസ് ദാൻ 90 ആണെങ്കിൽ ബിലോ ആവറേജ് ആണ് വരിക. ഓക്കെ, ഹലോ, ലെസ് ദാൻ 90 ആണെങ്കിൽ ബിലോ ആവറേജ്, 90 അല്ലെങ്കിൽ 110 ആണെങ്കിൽ ആവറേജ് വരും. ബിലോ അല്ല എബോ 110 ആണെങ്കിൽ എബോ ആവറേജ് വരും. 100 ആണെങ്കിൽ പെർഫെക്റ്റ് വരും, പെർഫെക്റ്റ് ഡെവലപ്മെന്റ് വരും. കേൾക്കുന്നുണ്ടോ? ഹലോ, അതില് ഒരു സംശയം കൂടി. ഇവിടെ നമ്മള് 90 to 110 ചോദിച്ചോളൂ. ആവറേജ് പെർഫോമൻസ് എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അതിന്റെ ഇടയിൽ ആണല്ലോ ഈ 100. അത് പെർഫെക്റ്റ് ഡെവലപ്മെന്റ് 100 യെസ്. അത് ഈ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടിയ ആൾക്കാണ് പെർഫെക്റ്റ് വരാം. ഓക്കെ, അതായത് ഒന്ന് പോലും മിസ്സാവാത്തത് വരികയാണെങ്കിൽ പെർഫെക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ നമ്മള് 44 ചോദ്യങ്ങളിൽ 44 കറക്റ്റ് ആക്കിയാൽ 100 ഫുൾ 100ൽ 100 കിട്ടുമല്ലോ. അപ്പൊ അത് പെർഫെക്റ്റ് ആയി. ഒന്നൊക്കെ തെറ്റുകയാണെങ്കിൽ, അതായത് 90 to 110 വരെ വരികയാണെങ്കിൽ, വേരിയേഷൻ വരികയാണെങ്കിൽ ആവറേജ് ആണ്. ഇതും ആവറേജ് തന്നെയാണ്. ആവറേജ്, പെർഫെക്റ്റ് ഡെവലപ്മെന്റ് ആവറേജ് തന്നെയാണ്. ഓക്കെ, ആവറേജിന്റെ ഉള്ളിൽ വരുന്ന തന്നെയാണ്. ആവറേജിൽ ഏറ്റവും നല്ല ആവറേജ് അല്ലേ? ബെസ്റ്റ് ആവറേജ്. പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിരുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ ഈ ഇതുമായി വ്യത്യാസമുണ്ട്. ഓക്കെ, അതിൽ 90 to 100 ആണ്. അതിൽ 100 ആണ് പറയുന്നത്. 100 ഓക്കെ, 100ന്റെ താഴെയാണെങ്കിൽ ബിലോ ആവറേജ്, 100ന്റെ മുകളിലാണെങ്കിൽ എബോ ആവറേജ്, 100 ആണെങ്കിൽ ആവറേജ്. അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മള് എന്താണ്, അതായത് ഇതാണ് നമുക്ക് ഫൈസൽ സാർ തന്നത്. ഈ കാണുന്ന PDF ആണ്. ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബെസ്റ്റ് ആവറേജ് ബിലോ ആവറേജ് 90 ബിലോ എടുക്കാം അല്ലേ? 90 ബിലോ. ഇതാണ് നമ്മൾ എക്സാമിന് ഇതാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, മറ്റേത് യൂസ് ചെയ്യരുത്. കാരണം ഫൈസൽ സാർ ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ വിഷയം കാണുന്നുണ്ട്.
അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമല്ലേ ഈ ലിസ്റ്റ് എനിക്ക് കിട്ടിയത്. ക്ലാസ് നമ്മൾ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അനീഫ്ക്ക് ഇതിൽ ഇട്ടത്. അത് ഞാൻ എനിക്കൊന്ന് ഡൗട്ട് വന്നപ്പോ ഞാൻ അനീഫ്ഖാന്റെ അടുത്ത് ആ വോയിസ് അയച്ചു തരാൻ പറഞ്ഞു. ആ വോയിസ് കേട്ട് നോക്കിയപ്പോ ഈ വാല്യൂ ആണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിലുള്ള വാല്യൂ ഈ വാല്യൂ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്, എല്ലാ ടെസ്റ്റിലും വ്യത്യാസം പറയുന്നുണ്ട്. ഫസ്റ്റ് ടെസ്റ്റിൽ അതേ ഡിജിറ്റ്സ് പ്ലാൻ ടെസ്റ്റിൽ 4 to 7 എന്ന് പറഞ്ഞിട്ട് മൂപ്പര് 3 പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ രണ്ടാമത്തെ ടെസ്റ്റിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, ഈ മൂന്നാമത്തേലും വ്യത്യാസം വരുന്നുണ്ട്. നാലും അഞ്ചോ നോക്കിയിട്ടില്ല. ഓക്കെ, റിപ്പോർട്ടിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. സാറ് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റേത് മിസ്റ്റേക്ക് ആയിട്ട് മനസ്സിലാക്കാം. കാരണം സാറായിക്കാരല്ലോ പ്രാക്ടിക്കൽ നമ്മള് വാല്യൂ ചെയ്യാം. ഇനി നമുക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ ഇപ്പം നമുക്ക് 100 കിട്ടിയത്. 100 എന്ന് പറഞ്ഞാൽ അതിൽ നോക്കാം പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് സോഷ്യൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. ഇത് മനസ്സിലായില്ലേ? ഹലോ, മനസ്സിലായി, ക്ലിയർ ആണ്. കൺക്ലൂഷനിൽ എത്തിക്കാം. ഇനി നമുക്ക് ടെസ്റ്റ് നോക്കാം. ഓക്കെ, സബ്ജക്ട് റെഡി ആണ് ഇവിടെ കേട്ടോ. ഓക്കെ, ടെസ്റ്റ് നോക്കിയാലോ. ആരാണ് സബ്ജക്ട് അറിയണ്ടോ? ചെറിയ വയസ്സ്. എത്ര വയസ്സാ? 16 വയസ്സാണെങ്കിൽ 10 വയസ്സ്. ഓക്കെ, അപ്പൊ 10 വയസ്സ് നമുക്ക് നോക്കാം. ഏതുവരെ? കുറച്ചൊക്കെ ശരിയായിരിക്കും. പറയ്. എങ്ങനെ? 5 വയസ്സ് 10 വയസ്സിന്റെ 5 വയസ്സ് മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി നമ്മള് അങ്ങനെ ചെയ്താൽ മതിയോ? മതി. ഓക്കെ, അതെ, സമയം വെറുതെ വേസ്റ്റ് ആവും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 5 വയസ്സ് വരെയുള്ള 1 മാർക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 56 മാർക്ക് നമുക്ക് ആ കുട്ടിക്ക് ഓൾറെഡി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് 10 വയസ്സെന്ന് പറഞ്ഞപ്പോ 77 വരെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടി വരിക. അപ്പൊ 57 മുതൽ നമുക്ക് നോക്കാം അല്ലെ? അതെ. ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻ വായിച്ചോളി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യൂസസ് ഹോപ്സ് ഫൈൽസ് കൈറ്റ് റൈഡ്സ് ട്രൈസൈക്കിൾസ്. അതായത് കൈറ്റ് റൈഡ്സ്. കൈറ്റ് പറഞ്ഞാ പട്ടല്ലേ? അതെ, പട്ടം പറപ്പിക്കാൻ അറിയാം. ട്രൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ 3 അക്കറുള്ള സൈക്കിളാവും അല്ലേ? പിന്നെ ഹൂപ്സ് എന്ന് പറഞ്ഞാ എന്താ? വസീമേ, ഹൂപ്സ് എന്ന് പറഞ്ഞാ തൽക്കാലം ഇപ്പം പട്ടം പറപ്പിക്കുന്നത് ആയിരിക്കും. അടുത്ത വീട് അത് നോക്കാം. അത് ഓക്കെയല്ലേ? പട്ടം പറപ്പിക്കോ? ഓക്കെ, ഇതോ പട്ടം പറപ്പിക്കാറും സൈക്കിൾ ഓട്ടാറൊക്കെ ഉണ്ടോ? സൈക്കിൾ ഓടിക്കും. പട്ടം പറത്തോടാ? നീ പറത്തിട്ടുണ്ടോ? ഇല്ല, അറിയില്ല. അറിയില്ല. സൈക്കിള് അല്ല, അതിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും. ഇവിടെ കൺഫ്യൂഷനിലുള്ളത്. അപ്പൊ 1 മാർക്ക് കൊടുക്കാം. ഓക്കെ, 1 മാർക്ക് കൊടുക്കാം. അല്ല, അങ്ങനെ പറ്റില്ല. 1 മാർക്ക് കൊടുക്കാം. കാരണം ഇതില് സൈക്കിൾ മൂപ്പര് പട്ടം വരത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളത് 0 കൊടുക്കാൻ പറ്റില്ല. സൈക്കിൾ ഏതായാലും ഓടിക്കണ്ടല്ലോ. ഇല്ല. പിന്നെ അടുത്ത് ചെറിയ അക്ഷരങ്ങൾ വേർഡ്സ് ഒക്കെ എഴുതാറുണ്ടോ? പ്രിൻസ് ഓർ റൈറ്റ് സിമ്പിൾ വേർഡ്സ്. സിമ്പിൾ വേർഡ്സ് ഒക്കെ എഴുതലുണ്ട്. ഓക്കെയാണ്, 1 മാർക്ക് കൊടുക്കാം. യെസ്.
പിന്നെ പ്ലേ സിമ്പിൾ ടേബിൾ ഗെയിംസ്. ടേബിൾ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടോ? ടേബിൾ ഗെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ടേബിൾ ടെന്നീസ് പോലെയുള്ള ഗെയിമാണോ? അല്ലെങ്കിൽ ഈ ക്യാരംസ്, ക്യാരം ബോർഡ്സ് അതൊക്കെ അങ്ങനെയൊക്കെ ആവും. കളിച്ചിട്ടില്ലേ? ഓക്കെയാണ്. ഒരു മാർക്ക് ഉണ്ട് ഒരു മാർക്ക്. പിന്നെ അടുത്ത് ട്രസ്റ്റഡ് വിത്ത് മണി. അതായത് എങ്ങനെയാ അതിന്റെ മീനിങ് വരിക വസീമ? അതെ, കുറച്ച് ഉത്തരവാദിത്തോടെ പൈസ ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യുമെന്നുള്ളതായിരിക്കും അല്ലെ? അതന്നെ. പണത്തെ വിശ്വസിക്കുന്നുണ്ടെന്നാണോ? ഓക്കെ ഓക്കെ. അതായത് പൈസ കൊടുത്താല് എന്തായാലും ബാക്കി തിരിച്ചു കൊണ്ടുതരിക, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതായിരിക്കും. ഓക്കെ ഓക്കെ, അതൊക്കെയാണ്. പിന്നെ സ്കൂളിൽ ഒറ്റയ്ക്ക് പോവാറുണ്ട്. ഓക്കെ, അതെ. പിന്നെ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് പോവാറുണ്ടോ എന്നുള്ളതാണ് അടുത്ത്. ഓക്കെ, അതിനൊരു മാർക്ക് കൊടുക്കാം. അൺഅറ്റൻഡഡ് ഒരു മാർക്ക്. ഇത് കൂട്ടണം കേട്ടോ, മാർക്ക് കൂട്ടുന്നുണ്ട്. വസീമ് കൂട്ടല്ലോ അല്ലേ? ഇനി അടുത്തത് മിക്സസ് റൈസ് പ്രോപ്പർലി അൺഅസിസ്റ്റഡ്. ചോറൊക്കെ മിക്സ് ചെയ്യണ്ടാവൂലെ? ചോറും കറിയൊക്കെ കൂട്ടി മിക്സ് ചെയ്യാന്നല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് വരെ വരുവാ ശരിക്കും? ഇത് 77 വരെ വരും അല്ലേ? ഓക്കെ. 62 റൈസ്. ഓക്കെ, അതന്നെ. അതിനൊരു മാർക്ക് കൊടുക്കാം. ഒരു മാർക്ക് കൊടുക്കാം. ഓക്കെ. അടുത്ത യൂസസ് പെൻസിൽ ഫോർ റൈറ്റിംഗ്. പെൻസിൽ ഉപയോഗിക്കാറുണ്ടോ എഴുതാൻ? അങ്ങനത്തേനൊക്കെ ഒരു മാർക്ക് കൊടുത്ത് വിട്ടോ. ഒരു മാർക്ക് കൊടുക്കാം. ഓക്കെ. ബാത്ത് സ്വന്തമല്ല, സെൽഫ് അസിസ്റ്റഡ്. സ്വന്തം കുളിക്കാറുണ്ടോ? ഉണ്ട്, ഒരു മാർക്ക് കൊടുക്കാം. ഒരു മാർക്ക്. ഗോ ടു ബെഡ് അൺഅസിസ്റ്റഡ്. ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോകാറുണ്ടോ? ഒരു മാർക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ ടെൽ ടൈംസ് ടു ക്വാർട്ടർ അവർ. അതായത് സമയം കറക്റ്റ് പറയാറുണ്ടോ? സമയം കൃത്യമായിട്ട് പറയാറില്ല. ക്ലോക്ക് നോക്കിയാൽ ഇപ്പൊ എത്രയായി? ഇപ്പൊ ടെസ്റ്റ് ചെയ്യ്. ലൈവ് 10:16 പറഞ്ഞു കൃത്യമായിട്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഒരു മാർക്ക്. പിന്നെ എന്താണ് ഹെൽപ്സ് ഹിംസെൽഫ് ഡ്യൂറിങ് മീൽസ്. ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കാറുണ്ടോ? നേരത്തെ ചോദിച്ചാണല്ലേ. മീൽസാണോ ചോറ്? ഓക്കെ. ഇനി അടുത്തത് ആരെ വായിക്കോ? നിങ്ങൾ വായിക്കി. മുഹമ്മദ് സാർ വായിക്കി. refuses to believe in magic and fairy tales. മാജിക്കിലും മറ്റേതൊന്നും എന്താണ് വിശ്വാസമുണ്ടോ? അതായത് ഈ വിശ്വാസം റിഫ്യൂസ് ചെയ്യുന്നുണ്ടോ? വിശ്വാസം ഇല്ലായ്മയുണ്ടോ? വിശ്വാസം ഇല്ലായ്മ ഉണ്ടോ? അതായത് ഈ പഴയ കഥകളൊക്കെ, മാജിക് ഇങ്ങനെയുള്ള കഥകളെ കുറിച്ച് ഇതൊന്നും ശരിക്കും ഉള്ളതല്ല എന്നുള്ള തോന്നലുണ്ടോ? അതെ, ഇതൊക്കെ കെട്ടുകഥയാണെന്നുള്ള തോന്നൽ. കഥയിൽ കാണുന്നതെല്ലാം കഥ തന്നെയാണ് ബോധല്ലേ? യെസ് യെസ്. യാഥാർത്ഥ്യമല്ല എന്നുള്ളതല്ലേ അറിയേണ്ടത്? യെസ്, അതെ. യാഥാർത്ഥ്യമല്ല എന്നുള്ള ബോധം ഉണ്ടോന്ന്? ഉണ്ടോ? അതായത് ഓൻ പഠിച്ചിട്ട് അത് മാജിക് ഒക്കെ പഠിച്ചിട്ട് ചെയ്യണതല്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഉണ്ട് എന്നർത്ഥം. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു മാർക്ക് കൊടുക്കാം. പിന്നെ പ്രീ അഡോളസെന്റ് പ്ലേ. അഡോളസെന്റ് പ്ലേ എന്ന് പറഞ്ഞാല് എന്താണ്? അതായത് ഒരു ആക്റ്റീവ് പ്ലേ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലെ? അതെ അതെ അതെ. പിന്നെ അടുത്താണ് ബ്രഷസ് ഹെയർ. മുടിയൊക്കെ ഇങ്ങനെ മുടി അതുണ്ടോ? ഉണ്ട്. അപ്പൊ അതൊരു മാർക്ക്. പിന്നെ അടുത്തത് ടൂൾസ് ആൻഡ് അറ്റൻസിൽസ്. വീട്ടുപകരണങ്ങളും ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ?
ടൂൾസ് ഉപയോഗിക്കലുണ്ട്. പിന്നെ ഉണ്ട്, അതിനൊരു മാർക്ക് കൊടുത്തോ. ഒരു മാർക്ക് കൊടുക്കാം. അടുത്ത് ഡസ് റൊട്ടീൻ ഹൗസ് ഹോൾഡ് ടാസ്ക്, വീട്ടിലുള്ള റൊട്ടീൻ ആയിട്ടുള്ള ടാസ്ക് അടിച്ചു തരാ, തുടക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തായാലും അതിനല്ലേ വരണേ? വീട്ടിലത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യലുണ്ടോന്നായിരിക്കും ഉദ്ദേശം അല്ലേ? അതെ, അത് ചെയ്യലുണ്ടാവും. അത് പറയുമ്പോ കാര്യങ്ങൾ ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് വാ, അല്ലെങ്കിൽ അതെടുക്കുന്നൊക്കെ പറയുമ്പോ ചെയ്യുന്നുണ്ടോന്നായിരിക്കും ഉദ്ദേശം. യെസ്. വീട്ടിലെ റോട്ടീൻ ആയിട്ടുള്ള ടാസ്ക്, സ്ഥിരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടാസ്കുകളൊക്കെ ചെയ്യാറുണ്ടോന്നാണ് ഉദ്ദേശിച്ചത്. അതായത് രാവിലെ എണീക്കുക, ഭക്ഷണം കഴിക്കുക, അവരവരുടെ ഗ്ലാസ് എടുത്തു വെക്കുക, അങ്ങനെയുള്ള സെൽഫ് ടാസ്ക് ആയിരിക്കും ചിലപ്പോ. ബ്രഷ് ചെയ്യുക പോലെയുള്ള അങ്ങനത്തെ ആണോ ഉദ്ദേശിക്കുന്നത്? അതായിരിക്കും എനിക്ക് തോന്നുന്നത്. രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക. ഹൗസ് ഹോൾഡ് ടാസ്ക് എന്ന് പറയോ? എന്തായാലും മാർക്ക് കൊടുത്തോളൂ. ചെയ്യലുണ്ടോ വീട്ടില്? ഓക്കെ, ഒരു മാർക്ക്. സ്വന്തമായിട്ട് വായിക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് വായിക്കും? പത്തെണ്ണം വായിക്കുവാ? പത്തെണ്ണം വായിക്കോ നീ? ഓക്കെ, വായിക്കും. ഒരു മാർക്ക്. സ്വന്തമായിട്ട് കുളിക്കോ? അത് കുളിക്കോ? നേരത്തെ ഒരു ചോദ്യം വന്നല്ലോ. ഇത് 2-3 പ്രാവശ്യം. അതല്ല, ചെയ്യുന്നുണ്ടോ ഇല്ല അറിയാൻ വേണ്ടിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്ത് അത്രേ ഉള്ളൂ. 71 ഉണ്ടാവും, 74 ഈ 10 ആണോ 77 വരെ ഉണ്ട്. ഓക്കെ. Cares for self at table means cares for self at table ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവനാന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോന്നല്ലേ ഉദ്ദേശിച്ച്? മീൽസ് കഴിക്കുന്ന സമയത്ത് ഒരു ടേബിളിലാവുമ്പോൾ അതായത് ഇപ്പൊ ചോറ് കൂട്ടാനൊക്കെ പ്ലേറ്റിക്ക് എടുത്തിടുക, കുഴക്കുക, തിന്നുക. അതൊക്കെ ഉണ്ട്. അതൊരു മാർക്ക് കൊടുത്തോളൂ. ഒരു മാർക്ക് കൊടുക്കാം. പിന്നെ അടുത്ത് മൈനർ പർച്ചേസസ്, ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്യോ? പിന്നെ അടുത്ത് ഗോസ് അബൌട്ട് ഹോം ഫ്രീലി, ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നതാണ് ഉദ്ദേശിച്ചത്. ടോട്ടൽ 77 മാർക്ക് അല്ലെ? 77 മാർക്ക് ടോട്ടൽ കിട്ടി. ഇനി നമ്മൾ ടേബിൾ എടുക്കാം. ഇതിൽ 77 എവിടെയാ നോക്കാം. 77. ഓക്കെ, അപ്പൊ 77ന്റെ എന്താണ് സോഷ്യൽ ഏജ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10. പിന്നെ അപ്പൊ നമുക്ക് ഈ എന്താണ് ക്രോണോളജിക്കൽ ഏജ് എത്രയാ? 10. അപ്പൊ 10 ആയിരിക്കണം. 10 SA/CA അല്ലേ വരുന്നേ? CA SA 10 CA 10 × 100. അതും 100 തന്നെ. അപ്പൊ നമുക്ക് 100 കിട്ടും. അപ്പൊ നമുക്ക് റോ സ്കോർ ഉള്ളിടത്ത് നമുക്ക് 77 വരും. എങ്ങനെയാണ് മറ്റേ ഇത് ടേബിൾ വരയ്ക്കുക നമ്മള്? ഇതില് മിസ്റ്റർ വൈ ഏജ് എത്ര കൊടുക്കുക, മെയിലാണോ ഫീമെയിലോ കൊടുക്കുക. ഇവിടെ റോ സ്കോറിന്റെ ഭാഗത്ത് 77 കൊടുക്കുക. പിന്നെ സോഷ്യൽ ഏജ് എത്രയാ കൊടുത്ത്? 10. സോഷ്യൽ ഏജ് 10. പിന്നെ നമുക്ക് ആവറേജ് സോഷ്യൽ മെച്യൂരിറ്റിയിൽ പെർഫെക്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ആവറേജ് സോഷ്യൽ മെച്യൂരിറ്റി ബ്രാക്കറ്റിൽ പെർഫെക്റ്റ് അല്ലേ? അതെ, ഇത് ആവറേജിലാണ് വരിക. അതില് പെർഫെക്റ്റ് ആവറേജ് തന്നെ, പക്ഷെ പെർഫെക്റ്റ് ആവറേജ്. അപ്പൊ ഇതാണ് അങ്ങനെ നമ്മളൊരു മുൻവിധി ഇല്ലാതെ ഒരു കുട്ടിന് ഇരിക്കുമ്പോ പെർഫെക്റ്റ് ആവാൻ സാധ്യത കുറവാണ്. അതെ. നോർമലി എല്ലാരും ആവറേജ് തന്നെ ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതാണ് നോർമൽ കുട്ടികളൊക്കെ സെയിം ആയിരിക്കും ഉണ്ടാവുക. അതെ. ഇത് ഈ 90-ന് താഴെ വരികയാണെങ്കിൽ റിമാർക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും എന്നാണ് ഫൈസൽ സാർ പറഞ്ഞത്.
അതന്നെ. ഇപ്പൊ ഈ കുട്ടീന്റെ തന്നെ പ്രായമുള്ള ഒരു കുട്ടി വീട്ടിലുണ്ട്. ഞാൻ ഇത് വെറുതെ അവളെ പേരിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോ നല്ലോണം കുറയുന്നുണ്ട്. അത് ഒരു ഓട്ടിസം ഉള്ള കുട്ടിയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ സോഷ്യൽ മെച്ചൂരിറ്റി സ്കെയിൽ എന്തായിരിക്കും? ബിലോ ആവറേജ് ആയിരിക്കും ഉണ്ടാവുക. അതെ, അത് നമ്മൾ ഇതില് പറയുന്നുണ്ട്. നമ്മൾ ഇതില് മെന്റൽ റിട്ടാർഡേഷൻ, ഓട്ടിസം ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ കോഷ്യന്റ് അതിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഇതില് ഓക്കെ, അപ്പൊ നോക്കി ഇതില് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ PPT വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ കുറെ സമയം വേസ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഇതൊക്കെ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടോ, ഓട്ടിസം അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനോ ഡയഗ്നോസ് ചെയ്യാനൊക്കെ സാധിക്കും. എഴുതാൻ പറ്റും. ഇനി നമ്മള് ഇനി 90 ബിലോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളെ റിസൾട്ടിൽ അങ്ങനെ കൊടുക്കാം. മെന്റൽ റിട്ടാർഡേഷനോ അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലംസ് എന്തോ ഉണ്ട്, അത് ഡയഗ്നോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷനിൽ കൊടുക്കാം. അതായത് നമ്മൾ മറ്റേ ഇവിടെ പഠിച്ചിരുന്നല്ലോ, നമ്മളെ ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ടല്ലോ. ഇന്റലിജൻസ് സ്കെയിലും നമ്മൾ ഈ ഒരു IQ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് ഈ സ്കോർ 70 താഴെ ആവണമെങ്കിൽ അവിടെ പറയുന്നുണ്ടല്ലോ മെന്റൽ റിട്ടാർഡേഷൻ 70 താഴെ ആയിരിക്കും എന്നൊക്കെ. അത് ഇതേപോലെ തന്നെ CAയും പിന്നെ C അടിയിലാണ് വരുന്നത്. പിന്നെ എന്തായിരുന്നു? മെന്റൽ ഏജും ക്രോണോളിക്കൽ ഏജും ബൈ ഇൻറ്റു 100. അത് വേണമെങ്കിൽ അതിന്റെ കൂടെ നോക്കാം. അപ്പൊ IQ ടെസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷനും കൂടി അതിന്റെ കൂടെ പറഞ്ഞു. MA/CA × 100. ഇത് വരുന്നത് SA/CA × 100. അത്രേ മാറ്റുള്ളൂ. അത് ഇക്വേഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ, വെരി ക്ലിയർ. ഇപ്പൊ മൊത്തമായിട്ട് മനസ്സിലാക്കിയത് ഞാൻ ഒന്ന് പറയട്ടെ. ഒന്ന് പറയും. 15 വയസ്സാണ് ഇതിന്റെ ഡെഡ് ലൈൻ. 15 വയസ്സ് വരെ മാത്രമേ ഇത് നമുക്ക് ഈ സ്കെയിൽ ചെയ്യാൻ പറ്റൂ. അതെ 15 സ്കെയിൽ 15. VSMS സോഷ്യൽ മെച്യൂരിറ്റി മെഷർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോഷ്യലായിട്ട് കുട്ടി എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിന് നമ്മൾ സ്കെയിൽ ചെയ്യുന്നു. ഇതിന് EA ഡോൾ എന്ന് പറയുന്ന ആളാണ് 1935 ഇതിന്റെ ഫൗണ്ടർ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് മൂന്ന് രീതിയിലാണ് പോയിന്റ് വരിക. ഒന്ന് പോസിറ്റീവായി അതായത് ടോട്ടലി വരുന്നത് 89 ക്വസ്റ്റ്യൻ 89 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 വയസ്സിലെ കുട്ടിക്ക് 89 ക്വസ്റ്റ്യൻ വരെ വരാം. പിന്നെ ഓക്കെ, അതിൽ 3 രീതിയിൽ വരാം. ക്വസ്റ്റ്യൻ ഓക്കെ, കുട്ടി അത് എലിജിബിൾ ആണ്, ക്ലിയർ ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അതിന് 1 മാർക്കും, നെഗറ്റീവ് ആണെങ്കിൽ 0 മാർക്കും. പിന്നെ അതേപോലെ ഒരു കോൺഫ്ലിക്റ്റ് വരുവാണെങ്കിൽ അവിടെ റിസർച്ചർക്ക് മുൻതൂക്കം കൊടുത്തും ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, ഇനി പിന്നെ 0.5 വരുന്നത് എപ്പാ പറഞ്ഞേ? കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് സൈക്കോളജിസ്റ്റിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നിലോ നെഗറ്റീവിലോ പെടുത്താം, പ്രശ്നമില്ല. സ്കോർസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ പേജിൽ വിശദമായിട്ട് അതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സ്കോർസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നോക്കിയാൽ മതി. 0.5 ആ കുട്ടി പിന്നെ മാർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കിട്ടിയ സ്കോറിനെ കൺവേർഷൻ ടേബിളിലേക്ക് കൊണ്ടുവരിക, കൺവേർഷൻ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഉദാഹരണം പറഞ്ഞാല് ഒരു കുട്ടീൻ്റെ വയസ്സ് 3 വയസ്സ്, അങ്ങനെ ടോട്ടൽ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ആ കുട്ടിക്ക് 44 സ്കോർ കിട്ടും. അതിനെന്ത് ചെയ്യണം വെച്ചാല് അതിന്റെ SQ ആണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് SQ ആണ്. അതെ, സോഷ്യൽ കോഷ്യന്റ് അല്ലേ? അതെ, കോഷ്യന്റ്, സോഷ്യൽ കോഷ്യന്റ്. ഈ സോഷ്യൽ കോഷ്യന്റ് കാണുന്ന അതിന്റെ പിന്നെ ഇതിങ്ങനെയാണ് SA/CA × 100. SA എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഏജ് ബൈ ക്രോണോളിക്കൽ ഏജ് × 100 അങ്ങനെ വരിക.
ഓക്കെ. അപ്പോൾ 44 മാർക്ക് കിട്ടിയ പിന്നെ 3 വയസ്സുള്ള കുട്ടീൻ്റെ അവസ്ഥ എടുത്തോളം 3 എന്നുള്ളത് കുട്ടീൻ്റെ അതാ ഇത് 44 നേരെ നമ്മുടെ ടേബിൾ നോക്കുമ്പോൾ 3.0 ആണ് കാണുക. അപ്പൊ 3 അതിന്റെ എസ് കിട്ടുക 3. അതിനെന്ത് ചെയ്യാം, പിന്നെ അതിനെ ഹരിക്കുക ക്രോണോളിക്കൽ ഏജ് ആയ 3 കൊണ്ട്, അതിനെ ഇൻറ്റു 100. അപ്പൊ ആൻസർ 100 കിട്ടും. പിന്നെ അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല് 3 രീതിയിലാണ്: ബിലോ ആവറേജ്, ആവറേജ്, എബോ ആവറേജ്. ഓക്കെ, ലെസ് ദാൻ 90 ആണെങ്കിൽ, 90ക്ക് താഴെയാണെങ്കിൽ ആ കുട്ടിക്ക് പാത്തോളജിക്കലായ മെന്റൽ റിട്ടാർഡഡ് ഉള്ള മെന്റൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം, സിവിയർ ആയിട്ട്. 90 ബിലോ ആണെങ്കിൽ. 90 to 100 ആണെങ്കിൽ സാധാരണ ആവറേജ് ആണ്. ഇനി 110 ആണെങ്കിൽ സോറി എന്താ പറഞ്ഞ 110 വരെ അല്ലേ? 90 to 110 ആണെങ്കിൽ ആവറേജ്. എബവ് 110 ആണെങ്കിൽ എബോ ആവറേജ് ചെയ്യാം, എബോ ആവറേജ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അത് പിന്നെ കൺക്ലൂഷനിൽ എഴുതാവുന്നതാണ്. അതുപോലെ 100 എന്നത് നമുക്ക് പെർഫെക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ആവറേജ് എന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് അല്ലേ? ഇത്രയല്ല മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇതില് ഈ 6 കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാ ഈ 6 കാര്യങ്ങൾ. ഇതില് എന്തിനെ കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. ഡെയിലി ലിവിങ് സ്കിൽസ്. ഇതിൽ 6 കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡെയിലി ലിവിങ് സ്കിൽസ്, അതായത് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സോഷ്യലൈസേഷൻ സ്കില്ല്, ഓക്യുപ്പേഷണൽ സ്കില്ല്, സെൽഫ് ഡയറക്ഷൻ, മോട്ടോർ സ്കിൽസ്. മോട്ടോർ പറഞ്ഞാൽ ഫൈൻ മോട്ടറും എല്ലാ മോട്ടോർ സ്കിൽസും അതിൽ വരുന്നുണ്ട്. ഈ 6 എണ്ണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, നമുക്ക് മനസ്സിലാക്കപ്പെടാം അല്ലേ? മനസ്സിലാക്കപ്പെടാം. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതിൽ മെറ്റീരിയൽ റിക്വയർഡ് ഒക്കെ പറഞ്ഞതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇതുപോലെ നമ്മൾ റിപ്പോർട്ട് എഴുതേണ്ടി വരും ഇത് കഴിഞ്ഞാല്, പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞാലേ. ഇത് മിക്കവാറും എല്ലാവർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ സാധനം അല്ലേ? അതെ. ഈ VSMS എനിക്ക് തോന്നുന്നു നന്നായിട്ട് പഠിച്ചതിന്റെ വരാൻ സാധ്യതയുണ്ട്. അന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാന്നെല്ലാം പറഞ്ഞ് പഠിച്ചു വന്നില്ലെങ്കിൽ അങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും പറഞ്ഞാലും നറുക്കിടലാണെന്ന് പറഞ്ഞു അന്ന് ഫൈസൽ സാറ്. നമ്മളെ വസീം വിചാരിച്ചാൽ നടക്കും. വസീമേ, നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവർക്കും VSMS ആക്കി തരുമോ? അല്ല, എല്ലാം എളുപ്പം. ഇതുവരെ ഉള്ളതൊക്കെ എളുപ്പമാണല്ലോ അല്ലെ? നമുക്ക് 3 എണ്ണം നോക്കിയതൊക്കെ എളുപ്പം തന്നെയാണ്. ഇതാണ് കുറച്ച്. നമുക്ക് ഈ 3 നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കി താ. 16 PF കാരണം കുറച്ച് സമയം എടുക്കുക. ബാക്കിയുള്ളതൊക്കെ എളുപ്പം തന്നെയാണ്. 16 PF കുറച്ച് സമയം എടുക്കും. കൂട്ടിട്ട് പോവാ, ഇതേ കിട്ടിയിട്ടില്ലെന്ന് പറയാ. അത് വേറെ സബ്ജക്റ്റ് ഒന്നും ഇല്ല, വേറെ രക്ഷയില്ല. മെറ്റീരിയൽ എല്ലാ ടെസ്റ്റിലും സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, സെയിം ആണ്. മെറ്റീരിയൽ സെയിം ആണ്. ഇതില് പാരന്റ് അലോങ് വിത്ത് ചിൽഡ്രൻ ഉണ്ട്. അത് മറ്റേലുണ്ടാവില്ല. അതുണ്ടാവില്ല. അതുപോലെ സ്കെയിലിന്റെ പേരും മാറ്റണ്ടാവും. സ്കെയിലിന്റെ പേര് മാറ്റണ്ടാവും. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാവും. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇപ്പൊ ഇതിന്റെ പേര് വൈൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ ക്വസ്റ്റ്യനെയർ എന്നാണല്ലോ. അതെ. അപ്പൊ വൈൻലാൻഡ് സോഷ്യൽ മെച്യൂരിറ്റി സ്കെയിൽ എന്ന് പറയുന്നത്, വൈൻലാൻഡ് എന്ന് പറയുന്ന ആ സാധനം ആളെ പേരൊന്നല്ലല്ലോ. അതെന്താണ്? കാരണം സാധാരണ ഇങ്ങനത്തെ സ്കെയിലൊക്കെ ആളെ പേരിലൊക്കെയാണ് വരല്. ഇപ്പൊ ഇതിൽ പറഞ്ഞ ഡോളാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു 1935. പിന്നെ വൈൻലാൻഡ് എന്നുള്ള ഒരു സംഗതി എന്താന്ന് ആർക്കും അറിയോ? അതിനെ കുറിച്ച് നോക്കേണ്ടി വരുമല്ലോ. എന്താണ് സംഭവം? വസീമ അറിയോ? മറ്റേതൊക്കെ ആൽഫ്രഡ് ബിനെ സ്കെയിൽ പേരല്ല, ഇനി ഒരു സ്ഥലമോ അങ്ങനെ എന്തെയാവും ആളെ നാട്ട്. എന്താണ് അത് നോക്കേണ്ടി വരും. നോക്കിയിട്ട് ഞാൻ ഏതായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ പറയാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ?